ഹായ്, സ്വീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നത് ഇന്നലെ കട്ട് ചെയ്ത പെട്ടിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ്. ഫിനിഷിംഗ് ആയിട്ട് ഞങ്ങൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഫസ്റ്റായിട്ടുള്ള ഇത് ഫ്രണ്ടിൻ്റെ പീസാണ്. ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസാണ്. ഈ രണ്ട് പീസിനെ ഇതുപോലെ വെച്ച് ഞങ്ങൾ ഈ മെഷീനിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ഇത് കറണ്ടിൻ്റെ മെഷീനാണ്. ഒന്ന് മറന്നുപോയി, ഞാൻ ഇപ്പോൾ പറയാം ഈ മെഷീനിൻ്റെ കാര്യം. ഇതിപ്പോൾ ടേബിൾ ടോപ്പ് മെഷീനല്ലേ. ഇപ്പോൾ ഈ ടേബിൾ ടോപ്പ് മെഷീനിൽ നിങ്ങൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. ചില ആൾക്കാർക്ക് ഈ മെഷീനിൽ സ്റ്റിച്ചിങ് ചെയ്യാമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചില ആൾക്കാരുടെ കൂടെ ഇതുപോലത്തെ മെഷീൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ചെയ്യാം. ഇത് കറണ്ടിൻ്റെ മെഷീനാണ്. ഇതിലൊരു ലൈറ്റ് ഉണ്ടാവും. ഇവിടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഭാഗത്തിൽ ലൈറ്റ് ഉണ്ടാവും. പിന്നെ ഇതുപോലത്തെ ഫൂട്ട് കൊണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഈ ടൈപ്പിൻ്റെ ഇതിനെ പ്രസ് ചെയ്യുന്നതാണ്. ഈ കറണ്ടിൻ്റെ മെഷീന് ഇതിനെ കാലിക്കൊണ്ട് ഇത് പ്രസ് ചെയ്യുന്ന. ഇപ്പോൾ ഞാൻ ഇതിൽ ഇന്ന് കാണിച്ചു തരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ഉയർത്താനുള്ള ഭാഗമുണ്ട്. ഫൂട്ട് ഉയർത്താനുള്ള ഭാഗം ഇതാണ്. ഈ പാർട്ട് കാണുന്നുണ്ടോ? ഓക്കെ, ഇത് താഴോട്ടും ഫൂട്ടിനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനെ വെച്ചു. താഴോട്ട് വെച്ചു. ഇനി സ്റ്റിച്ച് ചെയ്യാം. ഇനി ഞങ്ങളിതിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്തു. ഈ ഭാഗത്തിനിങ്ങനെ പ്രസ് ചെയ്താൽ ഇത് ലോക്കാവും. അതുപോലെ മുന്നോട്ട് കൊണ്ടുവന്നു. ഇനൊരു ഭാഗത്തിൻ്റെ ഷോൾഡറിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ലോക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൽ 1/2 ഇഞ്ചിലാണ് ചെയ്യുന്നത്. ഇതുപോലെ 1/2 ഇഞ്ചിൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെ ഈ ഭാഗത്തിൽ മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ചിൻ്റെ ഭാഗത്തിൽ ഇത്രയായിട്ട് മാർക്ക് ചെയ്ത് പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. ഇനി ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലേ, ഇതിനെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലേ, ഇതിനെ ഒരു ഫോൾഡായിട്ട് മടക്കി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ആവും. ഇങ്ങനെ അപ്പോൾ ഫിനിഷിങ് കിട്ടും ഞങ്ങൾക്ക്.
ഇങ്ങനെ ആയാൽ ഞങ്ങൾക്കിപ്പോൾ ഈ സൈഡെല്ലാം മടക്കി തിന്നണമെങ്കിൽ ഇവിടെ ഫിനിഷിങ് കിട്ടും. അത് കൊണ്ടിട്ട് ഇതിങ്ങനെ മടക്കി തിന്നുന്നതാണ്. ഈ സൈഡിലും അതുപോലെ ഞങ്ങൾ മടക്കി തിന്നിട്ട് എടുക്കാം. ഇതിനെ ഒരു ഫോൾഡ് ചെയ്തു, പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചു. ഒരു ഫോൾഡായി മടക്കിയിട്ട് തുന്നിയിട്ട് എടുക്കാം. എടുത്തു. ഇനി ഞങ്ങൾ ഈ നെക്ക് സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ കക്ഷഭാഗം, ഒരു മിനിറ്റ് ക്ലിയറായിട്ട് ഞാൻ കാണിക്കാം ഇവിടെ വെച്ചിട്ട്. ഇപ്പോൾ കക്ഷഭാഗം, ഈ കക്ഷഭാഗം ഉണ്ടല്ലേ, ഈ ഭാഗം ഉണ്ടല്ലേ, ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് ചെയ്ത് ഉള്ളിലേക്ക് ഞങ്ങൾ മടക്കിയിട്ട് 2 ഫോൾഡായിട്ട് ഇതുപോലെ 2 ഫോൾഡായിട്ട് ഒരു മടക്കി ഇനിയും ഒരു മടക്കിയിട്ട് ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യാം. ഇതിങ്ങനെ മടക്കിയിട്ട് തുന്നുന്നതല്ലേ, മടക്കിയിട്ട് തുന്നിയാലുണ്ടല്ലേ നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടും. പെട്ടിക്കോട്ടല്ലേ, ഉള്ളിലുള്ള സാധനത്തിൻ്റെ ഇതുപോലെ മടക്കിയിട്ട് തുന്നുന്നത് ആണ്. പിന്നെ എക്സ്ട്രാ ക്രോസ് പീസ് കൊടുത്തിട്ടും ചെയ്യാം. ഇത് ഇങ്ങനെ മടക്കിയാലും കുഴപ്പമില്ല, നീറ്റായിട്ട് കിട്ടും ഞങ്ങൾക്ക്. അങ്ങോട്ട് പോയി. ഇതുപോലെ നൂല് കണ്ടാൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ ഇതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്തു ഈ ഭാഗത്തിൽ. അപ്പോൾ ഇതായി. ഇനിയൊരു മറ്റൊരു ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ഫോൾഡ് ചെയ്തു ഇനി ഞങ്ങൾ നെക്കിൻ്റെ ഭാഗം ഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ടല്ലേ, ഈ ഉള്ളിൻ്റെ ഭാഗം നെക്ക് ഉണ്ടല്ലേ, ഇതിൻ്റെ ഭാഗം ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാം. ഈ കഴുത്തിൻ്റെ ഭാഗം ഞാനിവിടെ വെച്ച് കാണിക്കാം.
താഴോട്ട് വെച്ചിട്ട് കാണിക്കാം നിങ്ങൾക്ക്. ഇതുപോലെ നോക്കണേ, ഇത് നെക്ക്. ഇതിൻ്റെ ഭാഗം ഇവിടെ റൗണ്ടായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് മടക്കിയിട്ട് തുന്നിയിട്ട് റൗണ്ടായിട്ട് തുന്നി കൊണ്ടുവരണം. ഇനി ഇന്നലത്തെ ക്ലാസ്സിൽ ചില ആൾക്കാർക്ക് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തത് കുറച്ച് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഞാൻ നോർമലായിട്ട് ഒരു പേപ്പറിൽ കട്ട് ചെയ്യുന്ന പോലെ വീഡിയോ ഇട്ടേക്കാം. അതിൻ്റെ വീഡിയോ ഇന്ന് എടുത്ത് ഒന്ന് കാണിക്കാം. ഒന്നുകൂടെ കാണിച്ചിട്ട് വിട്ട് തരാം. പിന്നെ നമ്മുടെ പെയ്ഡ് കോഴ്സ് ഉണ്ട്. അതെ, 2 മന്തിൻ്റെ കോഴ്സ് ഉണ്ടല്ലേ, കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ 2 മന്തിൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് ലൈവായിട്ടും കിട്ടും ക്ലാസ്. ലൈവായിട്ട് ക്ലാസ് കിട്ടും. അതുപോലെ റെക്കോർഡ് ക്ലാസ് അല്ല, നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ് കിട്ടും. ആ ലൈവിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും അപ്പോൾ തന്നെ ലൈവിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കണം, ലൈവിൽ പറ്റും. ഈ നെക്കിൻ്റെ ഭാഗം ഫിനിഷിങ് ചെയ്യാം. റൗണ്ടായി വന്ന് ഇവിടെ എടുത്തു. ഇതുപോലെ 2 സൈഡും നെക്കും സ്റ്റിച്ച് ചെയ്ത പിന്നെ ഞങ്ങൾ ഈ 2 ഭാഗം ഉണ്ടല്ലേ, ഇതിനെ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് ഓരോരോ ഇഞ്ചിൽ ഇവിടെ മാർക്കുണ്ട്. ഈ മാർക്കിൽ 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു ലൈൻസ് ഇടണം. ഇട്ടിട്ട് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് 2 സൈഡിലും ഒരു മാർക്ക് ഉണ്ടായെങ്കിൽ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ചിൻ്റെ മാർക്കുണ്ട്. ആ മാർക്കിലേക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഞാൻ കാണിക്കാം. ഇഞ്ചിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് താഴെയും ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഒന്ന് കറക്റ്റായിട്ട് ലൈൻ ഇതുപോലെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യണം.
മറ്റൊരു സൈഡിലും ഇടണം. ഇതിൽ ഓരോ സ്റ്റിച്ച് അല്ല, ഞങ്ങൾക്ക് 2 സ്റ്റിച്ച് ഇടണം. അപ്പോൾ കട്ടിയായിട്ട് ഉണ്ടാവും. ഏത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രസ്സിൽ നിങ്ങൾ 2 സ്റ്റിച്ച് അതിൻ്റെ മുകളിൽ ഇടണം. അപ്പോൾ അത് ഗട്ടിയായിട്ടുണ്ടാവും, സ്റ്റിച്ച് പൊട്ടൂല. 2 സ്റ്റിച്ച് ഇട്ടിട്ട് ഞങ്ങൾ എടുക്കണം. അപ്പോൾ ഇത് ഗട്ടിയായിട്ടുണ്ടാവും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അണങ്ങൂല. ഞാനിതിൻ്റെ മുകളിൽ ഇട്ടില്ല. ഇങ്ങനെ ഇട്ടാലും ഓക്കെയാണ്, ഇതിൻ്റെ മുകളിൽ ഇട്ടാൽ ഇനിയും ബെസ്റ്റാണ്. ഇനി മറ്റൊരു ഭാഗത്തും അതേപോലെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഈ സൈഡിലും 1 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഞങ്ങൾ ലൈനിൻ്റെ മുകളിലെ അതേപോലെ ഇതിലും 2 സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഞങ്ങൾ ഈ താഴെ ഉണ്ടല്ലേ, ഈ താഴെ പെട്ടിക്കോട്ടിൻ്റെ താഴെ ഞാൻ കാണിക്കാം. ഇത് കക്ഷത്തിൻ്റെ ഭാഗം ഫിനിഷായി, നെക്ക് ഭാഗം ഫിനിഷായി, ഇതിയും ഫിനിഷായി. ഇനി ഈ ഭാഗം മടക്കി തിന്നാനുണ്ട്. ഇത് റൗണ്ടായി മടക്കി തിന്നാനുണ്ട്. ഇത് കാണിക്കാം. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. എന്താ പറഞ്ഞാൽ, നമ്മുടെ ഈ മെഷീനിൽ ഞങ്ങൾ ഈ റൗണ്ട് ഉള്ള ഇതുപോലെ റൗണ്ട് ഉണ്ടാവുന്നേ, ഇതുപോലെ ഉണ്ടാവും. ഒരു സെക്കൻഡ് കാണിക്കാം. അപ്പോൾ ഇത് താഴെയുള്ള ഭാഗം ഫുള്ള് റൗണ്ടായിട്ടുണ്ടാവില്ലേ, ഇതുപോലെ ഉണ്ടായാൽ അതിനെ ഞങ്ങൾ ഈ മെഷീനിൻ്റെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഈസിയാവും. ഇതിങ്ങനെ ഇട്ടിട്ട് ചെയ്യാം സ്റ്റിച്ചിങ്. അത് നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോഴൊന്ന് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ഭാഗം, ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലേ, ഇതിനെ ഈ ഭാഗത്തിന് ഇങ്ങനെ മടക്കി ഫോൾഡാക്കി ഇങ്ങനെ ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിനെ 2 ഫോൾഡായിട്ട് സ്റ്റിച്ച് ചെയ്യണം. 1 ഫോൾഡായി, 2 ഫോൾഡായി. ഇനി ഫൂട്ട് ഉയർത്തി താഴോക്കിട്ടു. ഇനി ഞങ്ങൾ മുന്നോട്ട് പോകാം. ഇതുപോലെ ഇനി ഈ ഭാഗം ഉണ്ടല്ലേ, ഇതിനെയും അതുപോലെ തന്നെ 1 ഫോൾഡ് ചെയ്ത് ഇങ്ങനെ 2 ഫോൾഡായിട്ട് ഇതിനെ മടക്കിയെടുക്കണം. ഇനി ഫിനിഷ് ചെയ്തു. നമ്മൾ പെട്ടിക്കോട്ട് സ്റ്റിച്ചിങ് ചെയ്ത് ആയി. ഓക്കെ, ഇതിൻ്റെ
ഫിനിഷിങ് കാണിക്കാം. ഓക്കെ, നിങ്ങൾ നോക്കാം. ഇത് ബാക്ക് ഭാഗമാണ്, ഇത് ഫ്രണ്ടിൻ്റെ ഭാഗമാണ്, ഇത് സ്റ്റിച്ച് ചെയ്ത ഭാഗം. ഇതിനെ ഞങ്ങൾ ഇങ്ങനെ മേലാക്കണം. ഉള്ളിലുള്ള ഭാഗം പുറത്തുള്ള ഭാഗം ഇങ്ങനെ ചെയ്ത് ഇത് ഫിനിഷായി. നമ്മുടെ പെട്ടിക്കോട്ട് ഫിനിഷായി. ഇത് ഈ പെട്ടിക്കോട്ടുണ്ടല്ലേ, ഇത് നമ്മുടെ ചുടിദാറിൻ്റെ ഉള്ളിലേക്കിടുന്ന പെട്ടിക്കോട്ടാണിത്. കുഞ്ഞു മക്കളുടേതുണ്ട് ഉണ്ട്, ഞങ്ങൾക്ക് അതും പഠിക്കാനുണ്ട്. അത് നമ്മുടെ 2 മാസത്തിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൽ ആ പെട്ടിക്കോട്ടും കാണിക്കുന്നുണ്ട് ഞങ്ങൾ. നിങ്ങൾക്ക് ഇന്നത്തെ പെട്ടിക്കോട്ട് നോക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് ഫിനിഷായി. ഇനി ഫ്രണ്ടിൻ്റെ ഭാഗം കാണിക്കാം. ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്തു വീഡിയോ ഒന്ന് ഇട്ട് തരണേ. വീഡിയോ അല്ല, ഫോട്ടോസ് ഇട്ട് തന്നാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്ന് ചോദിക്കാം. നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ അവർ ഞങ്ങൾക്ക് അയച്ചു തരും. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ കാണാം. പിന്നെ ചില ആൾക്കാർക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അത് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് വിട്ടേക്കാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.